ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണൻ്റെ അരങ്ങേറ്റമാണ്. അപ്പോൾ അരങ്ങേറ്റമായിട്ട് ഞങ്ങൾ ശ്രീരഞ്ജിനിയിലുള്ള സ്റ്റുഡൻസും അരങ്ങേറ്റ കുട്ടികളും പിന്നെ എന്താ പറയുക അവരുടെ പേരൻസ് എല്ലാവരും കൂടെ മൂകാംബിക പോവാണ്. മൂകാംബിക വെച്ചിട്ടാണ് കണ്ണൻ്റെ അരങ്ങേറ്റം. ഇത് കുറേ നാളായിട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു, പക്ഷേ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, എൻ്റെ മാത്രമല്ല ഒട്ടുമിക്ക പേരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരിക്കും ഇങ്ങനെ മൂകാംബികയിൽ പോകണം എന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ മകനിലൂടെയാണ് എനിക്കത് പോകാൻ പറ്റിയത്. പ്രോഗ്രാമും പിന്നെ അതിനിടയിലുണ്ടായിരുന്ന കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. நிதம் காண்கின்றவன் கூட நிஜமல்ல, இதம் சேர்க்கும் கனாகூட உள்ளில் எல்லாம் எல்லாம் நீயே நீயே, ദൂരെ ദൂരെ നീലാകാശം മഞ്ഞിൽ ചായം നെഞ്ചിലെ മോഹമാം ജലശയിൽ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ ദേവി, കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമേത്തുന്നു ഞാൻ. മലർനിലാവും പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലിലേ ഇല്ല പൂവേ നീയഴകൊള്ളൂ, കാതു കാത്തുഴലുന്നു കദേശ പൂമണി മാളിക പൊന്മാളിക കാണേ അമ്പൂരാനെ പൂകളെ ചുവാങ്ങ. അങ്ങനെ രാത്രിയിൽ എല്ലാവർക്കും ബോറടിച്ചപ്പോൾ മാഷ് കുട്ടികളോട് ഓരോരുത്തരോടായിട്ട് പാട്ടൊക്കെ പാടാൻ പറഞ്ഞു. പാട്ടൊക്കെ പാടി എല്ലാവരും ക്ഷീണിച്ച് അങ്ങനെ കിടന്നുറങ്ങി. ബസ്സിൽ അങ്ങനെ കിടന്നുറങ്ങി എല്ലാവരും. കുറച്ച് പേരൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നേരം വെളുക്കണത് വരെ അവരങ്ങനെ ഓരോന്നൊക്കെ കളിച്ചും ഓരോന്നൊക്കെ സംസാരിച്ചും അങ്ങനെ ഇരുന്നു. ഞാൻ അതിനിടയിലുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്കും നേരം വെളുത്തുട്ടാണ്, നമ്മൾ ഏതാണ്ട് മൂകാംബിക എത്താറായിരിക്കുന്നു. അപ്പോഴേക്കും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചു. അതൊക്കെ ഒരു ഓർമ്മയല്ലേ. അങ്ങനെ നമ്മൾ മൂകാംബിക എത്തി. ഞങ്ങൾ രാവിലെ തന്നെ പോയി തൊഴുതു. അരങ്ങേറ്റം രാവിലെ ആയിരുന്നില്ല, ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു അരങ്ങേറ്റം. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് ദേവിയെ തൊഴാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. ഇവിടെ വളരെയധികം രസകരമായിട്ടുള്ള കുറേ ആചാരങ്ങൾ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാമല്ല. അങ്ങനെ ഞാൻ എല്ലാവരും ഇങ്ങനെ ഒന്ന് നടന്നൊക്കെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. പിന്നെ നമ്മളുടെ ദക്ഷിണവെപ്പിൻ്റെ സമയമായി. അപ്പോൾ എല്ലാവരും മാഷും കുട്ടികളും എല്ലാവരും കൂടെ ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മാഷിന് ദക്ഷിണ വെച്ചു. അപ്പം അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ നിർത്തിയിട്ടൊക്കെ മാഷിനുള്ള ദക്ഷിണവെപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ കണ്ണൻ കുറേ നാളായി KG തുടങ്ങി അവൻ പാട്ട് പഠിക്കുന്നതാണ്. ആദ്യം അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ രാധമ്മൻ ടീച്ചറാണ് അവൻ്റെ ആദ്യത്തെ ഗുരു. അത് കഴിഞ്ഞൊരു സാന്ദ്ര എന്ന് പറഞ്ഞൊരു ടീച്ചറിൻ്റെ അടുത്ത് പോയി. അവിടെയും പഠനം കംപ്ലീറ്റ് ആയില്ല. രാധമ്മയ്ക്ക് പിന്നെ ക്ലാസ് എടുക്കാതെ ഏത് ടീച്ചറിന് കുറേ ഫിസിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് നിർത്തിയതാണ് ടീച്ചർ. പിന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഓൺലൈൻ ക്ലാസ് ഒന്നും ഇവൻ കണ്ണൻ അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നീട് അത് വേണ്ടാന്ന് തോന്നിയിട്ട് പിന്നെയാണ് സാന്ദ്ര ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയാക്കിയത്. പക്ഷെ അവിടെയും ക്ലാസ്സൊന്നും ഒരു ഓക്കെ ആയിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കുറേ അന്വേഷിച്ചപ്പോഴാണ് ഒരിക്കൽ കണ്ണനെ സ്കൂൾ മാറ്റിയ സമയത്ത്, അവൻ ഇപ്പോൾ പഠിക്കുന്നത് ഗവൺമെൻറ് സ്കൂളിലാണ് കഴിമ്പ്രത്ത്.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജയചന്ദ്രൻ മാഷിനെ ശ്രീരഞ്ജനിയിൽ ക്ലാസ് എടുക്കുന്ന തൃപ്രയാർ ശ്രീരഞ്ജനിയിൽ ക്ലാസ് എടുക്കുന്ന ജയചന്ദ്രൻ മാഷിനെ കാണും. അവിടെ വെച്ച് മാഷിൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പാട്ട് നിർത്തിയ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു അവൻ്റെ പാട്ട് നിർത്തരുത് എന്ന് പറഞ്ഞു. അങ്ങനെ മാഷിൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയം തുടങ്ങി മാഷിൻ്റെ കയ്യിൽ തന്നെയാണ് അവൻ. അപ്പം അവിടുന്ന് അരങ്ങേറ്റം നടക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷമുണ്ട്. നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റേജിൻ്റെ പുറത്തിരുന്നത്. അപ്പം ഇവിടെ സ്റ്റേജിൽ വന്നിട്ടും മാഷിന് ദക്ഷിണ വെച്ചു. കുട്ടികളെല്ലാവരും വളരെ ഭംഗിയായിട്ട് പാടി എന്നുള്ളതാണ് കേട്ടോ മറ്റൊരു കാര്യം. കാരണം ഓരോ പേരൻസിനും ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ഐറ്റങ്ങളും പിന്നെ ഒപ്പം ഇരുന്നിട്ടുള്ള ഐറ്റങ്ങളും ഒക്കെ കുട്ടികൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ് വേറൊരു കാര്യം. അരങ്ങേറ്റം വീഡിയോസ് എല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്ന് പാടുന്നതൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരുവിധം എല്ലാവരുടെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പേരുടെ മാത്രമേ ഈ ഒരു വ്ളോഗിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് കുട്ടികളുടെ പാട്ട് കാണാം. അങ്ങനെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അമ്പലത്തിൻ്റെ പുറമേയുള്ള കാണുന്ന ഒരു ഭംഗിയാണ് കേട്ടോ ഇത്. വൈകുന്നേരം ഒരു 6-6:30 ആയിട്ടുണ്ടാവും. അപ്പം മൂകാംബിക വന്നിട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം ദേവിയെ തൊഴണം എന്നൊരു ഇതുണ്ട് ഇത്ര. അപ്പം ഞങ്ങൾ രാവിലെ വന്ന് തൊഴുതു. അത് കഴിഞ്ഞ് അരങ്ങേറ്റത്തിന് വന്നപ്പോഴാണ് നമ്മളുടെ മേക്കപ്പ് മാൻ രാജാൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മൂകാംബികയ്ക്ക്. അപ്പം പറയുന്നത് 3 പ്രാവശ്യം തൊഴണം. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങും കയറി തൊഴുതു. പിന്നെ ആ ദീപാരാധനയുടെ സമയത്തും കയറി. ദീപാരാധനയുടെ സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ കാണുന്നതുണ്ടല്ലോ, അത് സ്വർണ്ണ ദേവിയൊക്കെ ഇങ്ങനെ ഈ അമ്പലം മുഴുവൻ ചുറ്റി വരുന്നത് ഈ ഒരു രഥത്തിലാണ്. ആദ്യം എന്താ പറയുക, ഒരു മഞ്ചൽ എന്നല്ലേ പറയുക, അങ്ങനെയാണ് നമ്മളുടെ ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ. ആ മഞ്ചലിൽ ദേവിയെ പ്രദക്ഷിണം 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു. ആദ്യം ഫസ്റ്റ് ദേവിയെ അവിടുന്ന് ഉള്ളിൽ എടുത്തിട്ട് വരും. എന്നിട്ട് ഈ പ്രദക്ഷിണത്തിൽ പ്രദക്ഷിണം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ രഥത്തിൽ വെച്ചിട്ട് പ്രദക്ഷിണം ചെയ്യും. അങ്ങനെ നമ്മളുടെ ഇവിടെ കാണാത്ത രീതിയിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അതിന് ശേഷം ദേവിയുടെ അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞ് ആചാരങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അമ്പലത്തിൻ്റെ പുറത്ത്, അതായത് ആ കടകളൊക്കെ ഉണ്ടാവില്ല, ആ അതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പം പിറ്റേ ദിവസമായി ഞങ്ങൾ തിരിച്ചൊക്കെ പോന്നു. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോന്നു. പിറ്റേ ദിവസമായി ഞങ്ങൾ റൂമിൽ നിന്ന് പിന്നെ മരുടേശ്വരമാണ് വന്നത് കേട്ടോ. അങ്ങനെ മരുടേശ്വരത്ത് എത്തി. അവിടെയും ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഇതുവരെ ഇങ്ങനെ എന്താ പറയുക, റീൽസിലും
അങ്ങനെ അങ്ങനെ കണ്ടിട്ടുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശിവൻ്റെ ഇത്രയും വലിയൊരു ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് കാണണം എന്നുള്ളത്. അതെന്തായാലും നടന്നു കിട്ടി. ഈ കുട്ടിയെ മനസ്സിലായോ? അത് നമ്മൾ അനന്തിക സനൽകുമാറാണ്. ഈ കുട്ടിയുടെ അമ്മയുടെ അരങ്ങേറ്റവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ കണ്ണൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടി. ഇത് നമ്മളുടെ ഹരിഗോവിന്ദും ഫാമിലിയാണ്. കണ്ണൻ്റെ ഫ്രണ്ടാട്ടോ ഹരിഗോവിന്ദ്. പിന്നെ അതാ നമ്മൾ അവിടേക്ക് ഇങ്ങനെ ചുറ്റി കാണാൻ പോയി. അവിടെ പല പല അമ്പലങ്ങളൊക്കെ ഉണ്ട്, ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ശരിക്ക് കയറി കാണാൻ പറ്റി. കുറേ കയറി കഴിഞ്ഞപ്പോൾ കണ്ണന് വയ്യാണ്ടായി. കാരണം കണ്ണന് തലേദിവസം ചെറിയ തുമ്മലും, അവനന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്യണത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവനൊരു ചെറിയ തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ബ്രീത്തിങ്ങിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു കേട്ടോ, പാടാൻ പറ്റൂലേ എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ ആയി. പക്ഷേ കുഴപ്പമില്ലാണ്ടാവും പാടി. അവൻ്റെ പാട്ട് ഇതുവരെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, എന്തായാലും ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അവൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഓരോ സ്ഥലങ്ങളും നല്ല വ്യൂ ആണ്. ഒരു സൈഡിൽ ഫുള്ള് കടലാണ്. പിന്നെ അതായത് കുറേ സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ് പോയത്. അപ്പോൾ അത് കാരണം സമയത്തിന് നമുക്ക് എത്തണ്ടേ, ഫുഡിൻ്റെ സമയവും അങ്ങനെ ഓരോന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ യാത്രകളൊക്കെ ഓരോന്നും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടു. കുറേ നേരം ചുറ്റിത്തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും കണ്ണന് വയ്യാണ്ടായി. അപ്പോൾ കണ്ണൻ പിന്നെ ഞങ്ങളുടെ കൂടെ കയറാനൊന്നും നിന്നില്ല. അവൻ മാഷിൻ്റെ കൂടെ അവിടെ മാഷ് നിന്നിരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ മാഷിൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നു. അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാ സ്ഥലമൊക്കെ ചുറ്റി കണ്ടു തിരിച്ച് വന്നു കേട്ടോ. ഇത് പിന്നെ നമുക്ക് പ്രസാദമൊക്കെ തരുന്നൊരു സ്ഥലം എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിക്കാൻ വേണ്ടി അവിടെ നിന്നു. കണ്ണൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തല കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയിലായി. പ്രസാദമൊക്കെ മേടിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരാളെ കാണിച്ചത് അതാണ് നമ്മളുടെ വിഷ്ണുക്കുട്ടൻ. നല്ല സ്നേഹമുള്ള കുട്ടിയാട്ടോ, നല്ലൊരു മോൻ. അവൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയുടെയും അരങ്ങേറ്റുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിൻ്റെയും വിഷ്ണുവിൻ്റെയും കൂടെ അരങ്ങേറ്റായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്നേഹമുള്ള ഒരു ഫാമിലി. ഇതാണ് കേട്ടോ അവൻ്റെ അനിയത്തി കുട്ടി. പിന്നെന്താ, നല്ല അടിപൊളിയായിട്ടുള്ള അരങ്ങേറ്റം, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. എനിക്ക് ഇവിടെ ചെന്നിട്ട് കുറച്ച് റീലൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ കണ്ണന് വയ്യാണ്ടായപ്പോൾ ഞാനാകെ മൂഡ് ഓഫായി. നമ്മൾ മെഡിസിൻ വാങ്ങിച്ചിട്ടുണ്ട്, എന്നാലും കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണ് പെട്ടെന്ന് അവന് ശ്വാസം മുട്ട് കൂടുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അത് കാരണം ആകെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ ഭാഗമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് നമ്മളുടെ വീടിൻ്റെ അവിടെ എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമൊന്നും അല്ലല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ഏത് നിമിഷവും കണ്ണന് ശ്വാസം മുട്ട് കൂടാം, അങ്ങനെ ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഉടുപ്പിയിലും പ്രോഗ്രാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷ്. അപ്പോൾ അവിടെ ചെന്നാൽ എങ്ങനെയാണ് പാടണത് ആ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവിടെയും പക്ഷെ പോയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെയാണ് പാടിയത്. പക്ഷെ നമുക്ക് വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. ആദ്യം അവർ പറഞ്ഞു പാടാൻ പറ്റില്ല, സമയമില്ല, അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാഷ് പറഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ കൂടെ നടന്ന് പാടാമെന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അങ്ങനെ പാടി തുടങ്ങിയപ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരും ഭയങ്കര ഇങ്ങനെ ലയിച്ച് നിൽക്കണപ്പോൾ മാഷ് പറഞ്ഞു നമുക്ക് അവിടെ ഇരുന്ന് പാടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളെ കൊണ്ട് അവിടെ എത്തി പാടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിഷ്ണു വലിയ കാര്യമായിട്ട് വിഷ്ണു അച്ഛന് സെയിം ടീഷർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ നടന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ചുമ്മാ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് എനിക്ക് ഈ ഒരു സൈഡ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതുപോലെ ഇങ്ങനെ പാമ്പിൻ്റെ ആ ഒരു ഇത് പോയത് എന്താ പറയുക, എത്ര നാളെടുത്തിട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ ഇങ്ങനൊരു സംഭവം ഇവിടെ പണി കഴിച്ചിരിക്കണത്. ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഒരുപാട് പേര് ഡെയിലി ഈ ഒരു സംഭവം കാണാൻ വേണ്ടി വരുന്നുണ്ട് ഈ മരുടേശ്വരത്തേക്ക്. നമ്മൾ അരങ്ങേറ്റത്തിന് പോയിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇവിടെ തന്നെയാണ്. കുറേ ടൈം, അതായത് ഫുഡൊക്കെ നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത് കേട്ടോ. ഒരു മസാല ദോശയായിരുന്നു കഴിച്ചത്.
നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ കേരളത്തിൽ നിന്ന് വിട്ടാൽ പിന്നെ ഫുഡിനൊക്കെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും, ആ ഒരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നന്നായിരുന്നു. നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന, ഞാൻ ഭയങ്കര അറുബോറായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്നാലും നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഉടുപ്പിയിലെത്തി. നിന്നൊന്നും അധികം എടുക്കാൻ പറ്റില്ല, കാരണം കണ്ണൻ എൻ്റെ തൊട്ടടുത്ത് നിൽക്കണ്ടായിരുന്നു. അവന് നല്ല ഭയങ്കര വേർത്ത് അങ്ങോട്ട് കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്ന് പോയി. പിന്നെ അതൊരു വ്ളോഗായിട്ട് ചെയ്യണമല്ലോ, ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ. നമ്മളുടെ ഗാലറിയിൽ ഇത് കിടന്നാലും അത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് ഫോട്ടോസും വീഡിയോസും ആകുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് കളയും, എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷേ ഇത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കാലത്ത് വേണമെന്നുണ്ടെങ്കിലും എടുത്ത് നോക്കിയാൽ നമ്മളുടെ ഓർമ്മകൾ അതിനകത്ത് തന്നെ കിടക്കും. അപ്പം ആ ഒരു ഇതിങ്ങനെ ഉള്ളിൽ കിടക്കണോണ്ട് ഞാൻ അതിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചു. പിന്നെ നമ്മളുടെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ വെച്ച് അവന്മാർ ഡാൻസ് കളിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.